നബിവാക്യം. നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവരെ സൃഷ്ടാവായ ദൈവം ചോദ്യം ചെയ്യും. തൻ്റെ കീഴിലുള്ളവരെ വേണ്ട വിധം പരിപാലിച്ചിട്ടുണ്ടോ അതല്ല അവരെ അവഗണിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച്. എത്രത്തോളം എന്നാൽ തൻ്റെ വീട്ടുകാരെക്കുറിച്ചും ഗൃഹനാഥൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മനുഷ്യൻ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പായുന്ന കാലമാണിത്. നേതൃസ്ഥാനം ഭാരിച്ച ഉത്തരവാദിത്വവും ബാധ്യതയുമാണെന്നും പരലോകത്ത് അതിൻ്റെ പേര് സൃഷ്ടാവായ ദൈവത്തോട് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്നത് അധികം ആരും ചിന്തിക്കാറില്ല. അധികാരത്തിലേറുന്നവർ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അധികാരം ഒരു അലങ്കാരമല്ല, അതൊരു അമാനത്താണ്, അഥവാ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഓരോ മേഖലകളും അതിസൂക്ഷ്മം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ബോധത്തോടെ വേണം അവ കൈകാര്യം ചെയ്യേണ്ടത്. നേതൃസ്ഥാനം ആവശ്യപ്പെട്ട് സമീപിക്കുന്നവരെ നബി തിരുമേനി നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ നേതൃസ്ഥാനം മോഹിച്ചു വന്ന ശിഷ്യൻ അബൂദറിനോട് നബി പറഞ്ഞു, താങ്കൾ ആ കാര്യത്തിൽ അശക്തനാണ്. നേതൃത്വം എന്നത് ദൈവത്തിൽ നിന്നുള്ളൊരു അമാനത്താണ്. ആ ബാധ്യത യഥാവിധി നിർവഹിക്കാത്തവർക്കും അതിനോട് നീതി പുലർത്താത്തവർക്കും പുനരുദ്ധാരണ നാളിൽ അത് ഖേദവും അപമാനകരവുമായി ഭവിക്കുന്നതാണ്. മറ്റൊരു നബിവാക്യത്തിൽ പ്രകാരം കാണാം, പുരുഷൻ തൻ്റെ കുടുംബത്തിൻ്റെ കൈകാര്യകർത്താവാണ്. അവൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ കൈകാര്യകർത്താവാണ്. അവൾക്ക് കീഴിലുള്ളവരെക്കുറിച്ച് അവളും ചോദ്യം ചെയ്യപ്പെടും. ധാർമ്മിക മര്യാദകൾ പകർന്നു നൽകിക്കൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ മക്കൾ ഇരുലോകത്തും അനുഗ്രഹവും അഭിമാനവുമായിരിക്കും. ചെറുപ്രായത്തിൽ അവരുടെ ധാർമ്മിക ശിക്ഷണങ്ങളിൽ അശ്രദ്ധ കാണിച്ചാൽ അപമാനകരമായ പലതും അവരിൽ നിന്നുണ്ടായേക്കാം. അപ്പോൾ ഖേദിച്ചിട്ടോ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവും ഉണ്ടാവില്ല. ഭാവിയിൽ കുടുംബത്തിനും നാടിനും നാട്ടാർക്കുമൊക്കെ ഉപകരിക്കുന്ന നല്ല മക്കളായിരിക്കണം നമ്മുടെ മക്കൾ എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ശാരീരിക വളർച്ചയിലെന്ന പോലെ തന്നെ ധാർമ്മിക സാംസ്കാരിക വളർച്ചയിലും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്.